ഓ ഗൈസ്, നമ്മളപ്പോൾ പോത്തിനെ വെള്ളത്തിൽ കെട്ടാൻ പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ പോത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോത്ത് അത് ആ പാടത്ത് നിൽക്കുന്നുണ്ട്. ഓ ഗൈസ്, അതാ നമ്മുടെ പോത്ത് നിൽക്കേണ്ട അവിടെ. അതിൻ്റെ അടുത്തേക്ക് പോയി ഇനി ഇതുങ്ങളൊക്കെ അയച്ച് വെള്ളത്തിൽ കാക്കണം. അവിടെ കുഞ്ചു ഇവിടെ കിടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ എരുമയുണ്ട്. എന്നാൽ നമ്മുടെ ചെക്കൻ മോട്ടു. ഇതാ നമ്മുടെ മോട്ടു ഇവിടെ നിൽക്കുന്നുണ്ട്. ബാക്കി 6 പോത്തിനെ കാണാനില്ല. ഇവർ നടക്കും, അതാണ് അവരെ കെട്ടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ 2 പോത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാ ഒരു 3-4 കെട്ടിയിട്ട് പറഞ്ഞ ഇവർ ഇവിടെ ഉണ്ട്. ബാക്കി പോത്ത് വെള്ളത്തിൽ ചിലപ്പോൾ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവന് പിന്നെ തപ്പണം. അവരങ്ങനെ പോവാറില്ല, ഇവിടെ ഇങ്ങനെയൊക്കെ നിൽക്കണേണ്. ഇവരാണ് ഈ നടത്തത്തിൻ്റെ ആൾ. അപ്പോൾ ഇവരിനെ 3 പേരിനെയും കെട്ടിയിടും, അവരിനെ അയച്ചു വിടും. ഈ പരിസരത്തിൽ അത് പോവാത്തതാണ്, ചിലപ്പോൾ വെള്ളത്തിലുണ്ടാവും. നമ്മളിപ്പോൾ ഇവരിനെ വെള്ളത്തേക്ക് ആട്ടുകയാണ്. ഒരു കറക്റ്റ് ടൈമായ വെള്ളത്തേക്ക് ഓടിപ്പോയിക്കോളും. ഇപ്പോൾ വെള്ളത്തേക്ക് പോവുകയാണ്. നമ്മൾ ഇവരിനെ തോട്ടിക്കാണ് ആട്ടുന്നത്. ഉച്ചയ്ക്ക് തോട്ടിൽ വന്ന് കെട്ടിയിടും. നമ്മുടെ ബാക്കി പോത്തുകൾ ചൂടായപ്പോൾ നേരെ വെള്ളത്തേക്ക് തന്നെ വന്ന് കിടക്കേണ്ടവർ. ഇനി ഇവർ വെള്ളത്തിൽ ഒരു 2 മണിക്കൂറോളം വെള്ളത്തിൽ കിടത്തും. ബാക്കി അവരിനെ കെട്ടാത്ത കാരണം അവർ ടൈമാകുമ്പോൾ വന്നിട്ട് വെള്ളത്തിൽ കിടക്കും. പിന്നെ 3 കെട്ടിയില്ലെങ്കിൽ ഇവർ എല്ലാവരും കൂടെ വേറെ ആൾക്കാരുടെ തൊടിയിലും പറമ്പിലൊക്കെ കയറി പ്രശ്നങ്ങളാണ്. ഇത് മലയിൽ നിന്ന് ഒഴുകി കഴിഞ്ഞ അരുവി തോടാണ്. ഇപ്പോൾ വേനൽക്കാലത്ത് ഇവിടെ വെള്ളം ഉണ്ടാവുള്ളൂ, വേറെ എവിടെയും വെള്ളം ഉണ്ടാവില്ല. ഇനി ഇതിലൊരു 3 മണിക്കൂറോളം വെള്ളത്തിൽ ഇവർ കിടക്കും. അവനാണ് വലിയവൻ, ആ സെൻറ്ററിൽ നിൽക്കണേ. ഇവരാണ് മോട്ടു. ഇനി ഇവരൊരു 3 മണിക്കൂറോളം വെള്ളത്തിൽ കിടക്കുന്നതിന്. അതാ കിടന്നു.